ദൈവത്തിന്റെ വലിയ വരധാരമാണ് പിതൃത്വവും മാതൃത്വവും. ലോകത്തിന്റെ തന്നെ തകർച്ചയ്ക്ക് കാരണം വിലയിരുത്തുമ്പോൾ തകർന്ന പിതൃത്വങ്ങളും തകർന്ന മാതൃത്വങ്ങളും കാണുന്നുണ്ട്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണം എന്ത്? ചരിത്രകാരന്മാര് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഒന്ന്, കുടുംബത്തിന്റെ ഭദ്രതയും മാന്യതയും നഷ്ടപ്പെട്ടു. ഇന്നും ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ ജീവിത നിലവാരം ഉയർന്നു, എന്നാൽ ജീവിതം തകർന്നുകൊണ്ടിരിക്കുക. അത് കുടുംബത്തിന്റെ ഭദ്രതയും മാന്യതയും നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിന്റെ കെട്ടുറപ്പ് തകർന്നു പോകുക, ലോകത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു പോകുക, സഭയുടെ ശക്തി ചോർന്നു പോകുകയാണ്. രണ്ടാമത്തെ കാര്യം പറയുകയാണ്, മതാത്മികതയും ധാർമ്മികതയും ആ സമൂഹത്തിൽ നിന്ന് വേറിട്ട് പോയി. മതാത്മികതയും ധാർമ്മികതയും ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്നുവോ അവിടെ തകർച്ചയാണ്, അവിടെ സംസ്കാരങ്ങളെല്ലാം ശൂന്യമായി തീരുകയാണ്. മൂന്നാമത്തെ കാര്യം പറയുകയാണ് യുവജനങ്ങളെ കുറിച്ച്. യുവജനങ്ങൾ മൃഗങ്ങളോടൊക്കെ ചേർന്നുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടു എന്ന്. ഈ കൊളോസിയത്തിന്റെ ഒക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം പറയുകയാണ് ഭരണാധികാരികൾ അഴിമതിക്കാരായി അവർ കൊത്തളങ്ങള് പണിതുയർത്തി അവരുടെ തന്നെ ആഡംബര ജീവിതങ്ങളിലേക്ക് അവയെല്ലാം നയിക്കപ്പെട്ടു എന്ന്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് ഒന്നാമത്തെ കാരണം പറയുകയാണ് കുടുംബത്തിന്റെ ഭദ്രതയും മാന്യതയും നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ കാലഘട്ടത്തിലും വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. എവിടെയെല്ലാം കുടുംബത്തിന്റെ മാന്യത, കുടുംബത്തിന്റെ ഭദ്രത നഷ്ടപ്പെടുന്നുണ്ടോ അത് സഭയുടെ തകർച്ചയാണ്, ലോകത്തിന്റെ തകർച്ചയാണ്, സംസ്കാരങ്ങളുടെ തകർച്ചയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഒരു പിതൃത്വത്തിന്റെ ഏറ്റവും വലിയ മാതൃകയായി നമ്മുടെ മുമ്പിലേക്ക് അവിടുന്ന് കൊണ്ടുവരികയാണ്. ഈ പിതൃത്വം എന്ന വരദാനം പിതാവായ ദൈവത്തിന്റെ കരകളിൽ നിന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവ് സ്വീകരിക്കുകയും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതിൻ്റെതായ പൂർണ്ണതയിൽ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. യൗസേപ്പ് വളർത്തുന്നവരാ, തിരുക്കുടുംബത്തെ വളർത്തിയവരാ, തിരുക്കുടുംബത്തെ പരിപാലിച്ചവരാ, തിരുക്കുടുംബത്തെ കാത്തു പരിപാലിച്ച് തന്റെ കരങ്ങളിലൂടെ കൊണ്ടുപോയി നടന്ന വ്യക്തിയാ വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഓരോ കുടുംബത്തിനും ഓരോ കുടുംബനാഥന്മാർക്കും മാതൃകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം വ്യക്തികള് പിതൃത്വം എന്ന ആ വലിയ വരദാനം സ്വീകരിച്ചിട്ടുണ്ടോ, മാതൃത്വം എന്ന വലിയ വരദാനം സ്വീകരിച്ചിട്ടുണ്ടോ, ഈ പിതൃത്വവും മാതൃത്വവും അതിൻ്റെതായ പൂർണ്ണതയിൽ നിർവഹിക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും നിങ്ങളും ഈ വിവാഹം എന്ന കൂദാശ വഴി അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ആന്തരിക വിശുദ്ധീകരണ ധ്യാനം നടക്കുക. ഈ ധ്യാനത്തിന്റെ ഇടയിൽ ആദ്യത്തെ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു മനുഷ്യൻ മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യത്തെ ദിവസവും ഏതു സമയവും വചന ശുശ്രൂഷയുടെ സമയത്ത്, വിശുദ്ധ കുർബാനയുടെ സമയത്ത്, ആരാധനയുടെ സമയത്ത് എല്ലാം ഈ മനുഷ്യൻ കരഞ്ഞിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ദിവസമായി കരച്ചിൽ തന്നെയാ. രണ്ടാമത്തെ ദിവസം കുമ്പസാരമൊക്കെ കഴിഞ്ഞു, വീണ്ടും ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസമായപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ഇദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കാമെന്ന്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്തു പറ്റി? ആരംഭം മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ, കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്ത് ഇത്ര വലിയ വേദന, എന്ത് ഇത്ര വലിയ വിഷമം. ഈ മനുഷ്യൻ എന്നോട് പറയാ, അച്ഛാ, ഒരു ജന്മം കരഞ്ഞു തീർത്താലും ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായി തീരില്ല. ഒരു ജന്മം ഞാൻ കരഞ്ഞു തീർത്താലും ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായി തീരില്ല. ഈ മനുഷ്യൻ പറയുകയാണ്, ഇന്ന് ഞാൻ വരുന്ന പരോളിനിറങ്ങിയിട്ട് ജയിലിൽ നിന്ന് ധ്യാനത്തിന് വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഈ മനുഷ്യൻ 6-7 വർഷമായി ജയിലിൽ കിടക്കുന്നു. ജയിലിൽ നിന്ന് ഈ മനുഷ്യൻ പറയുക, ഞാനൊന്ന് ധ്യാനത്തിന് വരുന്നേക്കുന്നത് ഒരു തെല്ല് ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. ഈ മനുഷ്യൻ പറഞ്ഞു തുടങ്ങി, ഞാൻ ഒരു കുടിയനായ മനുഷ്യനായിരുന്നു. എൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞു. ഞാൻ ഭാര്യയൊക്കെ അങ്ങോട്ട് ഉപദ്രവിക്കും. ചില ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്തില് എൻ്റെ ആ ദേഷ്യം എനിക്ക് അടക്കാൻ പറ്റാതെ വരും. ഈ മദ്യപിച്ച് വരുമ്പോ ഭാര്യനെ ഇടിക്കും, തൊഴിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും.
പല ദിവസങ്ങളിലും ആ കോപം അടക്കാൻ സാധിക്കാതെ വരുമ്പോ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയും, ഓരോ വഴിക്ക് അങ്ങോട്ട് വലിച്ചെറിയും. ഇതിനുശേഷം ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നു, ഭാര്യയോട് പതിവ് പോലെ പെരുമാറി, ഇതാ ചവിട്ടും കുത്തൊക്കെയായി. അതുപോലെ തന്നെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ടും എന്റെ കോപം എനിക്ക് അടക്കാൻ സാധിച്ചില്ല. ഞാൻ എന്താ ചെയ്തെന്നറിയോ? എന്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ 2 കാലെ പിടിച്ചുകൊണ്ട് തറയ്ക്കിട്ട് ഞാൻ ആ കുഞ്ഞിന്റെ തല കൊണ്ട് അടിക്കുക. ഈ കുഞ്ഞിനെ നിലത്തിട്ട് അടിച്ച് ആ കുഞ്ഞിനെ അപ്പൻ കൊല്ലുക. ഈ അപ്പൻ പറയുക, ഒരു ജന്മം ഞാൻ കരഞ്ഞു തീർത്താലും ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരാവില്ല എന്ന്. ഈ മനുഷ്യൻ ഇന്ന് ജയിലില്ല. ഈ മനുഷ്യൻ പറയുക, ജയിലിലാണെങ്കിൽ പോലും ഞാനൊന്ന് കരയാത്ത ദിവസങ്ങളില്ല. കരഞ്ഞ് ഞാൻ എന്ത് ചെയ്യുവച്ചാ അത്രമാത്രം വേദനയോട് കൂടിയിട്ടാ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അത്ര വലിയ ക്രൂരതയല്ലേ ഞാൻ ചെയ്തത്? കണ്ടോ പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തെ വളർത്തേണ്ടവനായ അപ്പൻ കുടുംബത്തെ തകർത്തു കളഞ്ഞ അവസ്ഥ. ഇതുപോലെ തന്നെ ഓരോ ദിനവും പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ പിതാവ് മക്കൾക്ക് മുഴുവൻ വിഷം കൊടുത്ത് കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ പിതൃത്വം എന്ന വരദാനം ദൈവം നമുക്ക് തരുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവ് വലിയൊരു മാതൃക തന്നെയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ഈ പിതൃത്വം എന്ന ആ വലിയ അഭിഷേകം സ്വീകരിച്ചപ്പോൾ, അതിനുള്ള കൃപാവരം സ്വീകരിച്ചപ്പോൾ അതിൻ്റെതായ പൂർണ്ണതയിൽ തിരുക്കുടുംബത്തെ കൊണ്ടുപോയി നടന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തൊഴിൽ എന്തായിരുന്നു? തച്ചനായിരുന്നു വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഈ തച്ചൻ നമുക്ക് തരുന്ന ഏതാനും ചിന്തകളുണ്ട്. ഒന്നാമത്തെ ചിന്തയാണ്, തച്ചന്മാര് ചെയ്യുന്നതാണ് ഛിദ്രമായി കിടക്കുന്ന മരക്കഷ്ണങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നവനാണ് തച്ചൻ. അവിടെയും ഇവിടെയും കിടക്കുന്ന മരക്കഷ്ണങ്ങളുണ്ട്. ഈ മരക്കഷ്ണങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിച്ച് വാതിലും ജനലും അതുപോലെ തന്നെ ഉരുപ്പിടികളും എല്ലാം ഉണ്ടാക്കും ഈ തച്ചൻ. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഓരോ കുടുംബത്തിലും തച്ചന്റെ ജോലി ചെയ്യേണ്ട വ്യക്തിയെ കുടുംബത്തിന്റെ പിതാവ്. ഒരു കുടുംബത്തെ വേണമെങ്കിൽ തകർക്കാൻ എളുപ്പ, നശിപ്പിക്കുവാൻ എളുപ്പ. എന്നാൽ ഒരു കുടുംബത്തെ പടുതുയർത്തുക ഒരുപാട് വിഷമമുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഈ തച്ചൻ എന്ന് പറയുന്ന വ്യക്തി തന്റെ കുടുംബത്തെ വേണമെങ്കിൽ തകർത്ത് കളയാമായിരുന്നു. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടു. ഈ പരിശുദ്ധ കന്യാമറിയത്തെ കല്ലെറിയിക്കാമായിരുന്നു. എന്നാൽ നീതിമാനായ യൗസേപ്പ് ഈ ഭൂമിയോളം കാരുണ്യം കാണിച്ചുകൊണ്ട് യേശുവിന് ഈ ലോകത്ത് ജനിക്കാൻ സാധിച്ചത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ശിഥിലമായി കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെയും എല്ലാം ഒരുമിച്ച് കൂട്ടിയവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ധ്യാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശിഥിലമായി കിടക്കുന്ന കുടുംബ ബന്ധങ്ങൾ, തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന അവസ്ഥകൾ, ഇതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുണ്ട്. രണ്ടാമതായി ഈ തച്ചൻ പറയുകയാണ്, പഴകി ദ്രവിച്ച മരക്കഷ്ണങ്ങളെയെല്ലാം ചെത്തിമിനുക്കി പുതിയതാക്കുന്നവനാണ് തച്ചൻ. ഈ തച്ചന്റെ മുമ്പിലേക്ക് പഴകി ദ്രവിച്ച ഏത് മരക്കഷ്ണം കൊണ്ടുപോയി ഇട്ടുകൊടുത്താലും ഈ തച്ചൻ അതിനെയെല്ലാം ചെത്തിമിനുക്കി പുതിയതാക്കി മാറ്റാറില്ലേ? ഇതുപോലെ തന്നെ എത്രയോ കുടുംബങ്ങളില് ഈ പഴകി ദ്രവിച്ച അവസ്ഥകളുണ്ട്. മക്കൾ ഇതാ കൈവിട്ടു പോയിരിക്കുന്ന അവസ്ഥ, മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥകളിലൊക്കെ ഇതിനെയെല്ലാം പഴകി ദ്രവിച്ച മരക്കഷ്ണങ്ങളെയെല്ലാം പുതിയതാക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം തച്ചനുള്ളതുപോലെ ഒരു കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്ന കുടുംബനാഥയ്ക്ക് ഈ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. എന്റെ കുടുംബത്തെ വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വം, എന്റെ കുടുംബത്തെ നേടിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്റെ കുടുംബത്തിൽ പഴകി ദ്രവിച്ച അവസ്ഥയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒരു പക്ഷേ മക്കൾ വഴി തെറ്റി പോയിരിക്കുന്ന അവസ്ഥ, പ്രേമ പിശാചുക്കൾ പിടിച്ചിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ
മദ്യത്തിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥ, കൂദാശ ജീവിതമില്ലാത്ത അവസ്ഥ, കുമ്പസാരം, വിശുദ്ധ കുർബാന, കുടുംബ പ്രാർത്ഥന, ഏതെങ്കിലും രീതിയിൽ എന്റെ കുടുംബത്തിൽ ആത്മീയതയുടെ വിളക്ക് കത്താതിരിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം കൂട്ടിയോജിപ്പിക്കുകയും ചെത്തിമിനിക്കുകയും ചെയ്യേണ്ടവനാ കുടുംബത്തിന്റെ കുടുംബനാഥൻ. ഈ കുടുംബനാഥൻ തിരിച്ചറിഞ്ഞോ, എന്റെ മക്കൾ വഴിതെറ്റി പോയേക്കാം, എന്റെ മക്കൾ വഴിപിഴച്ചു പോയേക്കാം, എന്നാൽ ഈ മക്കളെ വീണ്ടെടുക്കാനുള്ള വരദാനവും ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആ വരദാനം എടുത്തുപയോഗിക്കണം. ഒരപ്പൻ അപ്പനാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവം വലിയ വരദാനവും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ വരദാനം എടുത്തുപയോഗിക്കണം. നാളുകൾക്ക് മുമ്പ് ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എന്തിനു വേണ്ടിയിട്ട് ഞാൻ അധ്വാനിച്ചേ? ഞാനും എൻ്റെ ഭർത്താവും കൂടി അധ്വാനിച്ചതിന്റെ 70% മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ച്. എന്നാൽ ഈ മോനെ കുറിച്ച് പറയുകയാണ്, ഈ മോൻ നല്ല മിടുക്കനായി പഠിച്ചു വളർന്നു വന്നു, ബിടെക്കൊക്കെ കഴിഞ്ഞു. ഇതിനുശേഷമാണ് ഇവന്റെ സ്വഭാവത്തിൽ വ്യത്യാസം കാണാൻ തുടങ്ങിയത്. ഈ കൊച്ച് മദ്യത്തിന് അടിമപ്പെട്ടു, വിശുദ്ധ കുർബാനയില്ല, കുമ്പസാരയില്ല, കാണുന്ന തോന്നുന്ന സമയത്ത് വീട്ടിലേക്ക് കയറി വരുന്ന സ്വഭാവം. അച്ഛാ, എന്റെ കുടുംബം തകർന്നോ, എന്റെ മക്കൾ നശിച്ചോ, എന്തിനു വേണ്ടിയിട്ടാ ഞാൻ ഇത്രയും കാലം അധ്വാനിച്ചേ, എന്താ ഞാൻ നേടിയേ? ഈ സമയത്ത് ഞാൻ ആ സ്ത്രീയോട്, കുടുംബനാഥ, കുടുംബത്തിൽ മാതൃത്വം എന്ന വരദാനം സ്വീകരിച്ച ഈ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഈ മകന് ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല. ഉപദേശമൊക്കെ അവനറിയാം, എന്താ നിങ്ങൾ പറയാൻ പോകുന്നതെന്നും അറിയാം. നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതാണ്, ഈ മകന് വേണ്ടി രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ഈ സമയത്ത് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത്? അവരോട് ഞാൻ ഈ നോമ്പുകാലത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതാണ് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് മെറ്റിൽ മുട്ടുകുത്തി ഈ അപ്പനും അമ്മയും കൂടി മകനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കേൾക്കണോ മക്കളെ, ഈ കുടുംബം ഈ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രഹസ്യ ജീവിതത്തിലെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന മോനോട് പറഞ്ഞിട്ടില്ല, മോനെ, ഞാൻ നിന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിയാണ് എന്ന്. ഇതൊന്നും ഇല്ലെങ്കിലും ഈ കിഡ്നി പേഷ്യന്റായ അപ്പൻ പുലർച്ചെ 3 മണിക്ക് ഒരു ചാക്കിൽ കുറച്ച് മെറ്റിലിട്ട് അതിൽ മുട്ടുകുത്തി നിൽക്കുക. ഇപ്പുറത്തെ സൈഡില് അമ്മ മെറ്റില് മുട്ടുകുത്തി ഇതാ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്. ഈ അമ്മ പറയുക, ഈ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോ ഞാൻ കാണാൻ തുടങ്ങി, സാധാരണ 2 മണി 3 മണിയൊക്കെ ആവുമ്പത്തേനും അവന്റെ മുറിയിലെ ലൈറ്റൊക്കെ ഓഫ് ആവുന്ന, പക്ഷെ 3 മണി കഴിഞ്ഞിട്ടും അവന്റെ മുറിയിൽ ലൈറ്റൊന്നും ഓഫ് ആവുന്നില്ല. അവൻ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക. അച്ഛാ, ഈ സമയത്ത് വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിർത്താൻ പാടില്ല, തുടരണം കുരിശിന്റെ വഴി പ്രാർത്ഥന, ത്യാഗത്തോടുകൂടെ നിങ്ങൾ ചെയ്യണം. 28 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകൻ അമ്മയുടെ അടുക്കൽ വന്നിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കൊരു ജപമാല തരാമോ? അമ്മേ, എനിക്കൊരു ജപമാല തരാമോ? അമ്മയ്ക്ക് അത്ഭുതമായി. ഈ അമ്മ ചോദിച്ചു, മോനെ, എന്ത് ഈ ജപമാല ചോദിക്കാൻ കാരണം? ഈ മകൻ പറയുക, ഇന്നലെ എന്താണോ എനിക്ക് ഉറക്കം വരുന്നില്ല, എന്റെ കണ്ണിന്റെ മുകളില് ഞാൻ ഇങ്ങനെ ഇരുട്ടത്ത് ഞാൻ കാണുക, ഒരു ജപമാലയുടെ വലയം എന്റെ ചുറ്റും ഞാൻ കാണുക, ജപമാലയുടെ വലയം എന്റെ ചുറ്റിനും ഞാൻ കാണുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് എനിക്കറിയാം, ആ മകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വിശുദ്ധ ജീവിതത്തിലേക്കും കൂദാശ ജീവിതത്തിലേക്കും കുടുംബ പ്രാർത്ഥനയിലേക്കും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് വിധേയത്വമുള്ള ഒരു മകനായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ഉപദേശങ്ങളൊന്നും അല്ല ചെയ്ത്, മറിച്ച് ഈ അപ്പനും അമ്മയും ആ മകനെ വീണ്ടെടുക്കുവാൻ വേണ്ടി രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. രഹസ്യ ജീവിതത്തിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ വലിയ കരുണ ഇറങ്ങി വരും.
അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. ഓരോ അപ്പനും അമ്മയും തിരിച്ചറിഞ്ഞോ, ഈ പിതൃത്വവും മാതൃത്വവും ദൈവത്തിന്റെ വരദാനമാണ്. ഈ പിതൃത്വവും മാതൃത്വവും നിങ്ങളുടെ മക്കളെ വീണ്ടെടുക്കുവാനുള്ള കൃപയാണ്. ആ കൃപ ദൈവം നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ വഴിതെറ്റിപ്പോയേക്കാം, ഈ മക്കളെ വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മൂന്നാമതായി ഈ തച്ചനായ യൗസേപ്പ് പിതാവ് നമുക്ക് തരുന്ന സന്ദേശമാണ്. ഈ തച്ചൻ മേൽക്കൂര പണിയുന്നവനാ. മേൽക്കൂര പണിയുന്നവനാ ഓരോ തച്ചന്മാരും. എന്താണ് ഈ മേൽക്കൂര? വിശുദ്ധ യൗസേപ്പ് പിതാവ് തിരു കുടുംബത്തിന്റെ ഒരു മേൽക്കൂരയാണ്. മേൽക്കൂര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംരക്ഷണത്തിന്റെ വലയമാണ്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, ദൈവം അവന്റെ സമ്പത്തിനും കുടുംബത്തിനും വേലി കെട്ടി സംരക്ഷണം മുദ്രവെച്ചു. അവന്റെ സകല പ്രവർത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചു. നമ്മൾ ഓർക്കണം, നമ്മുടെ കുടുംബത്തിൽ ഓരോ അപ്പന്മാരും ഈ വരദാനം സ്വീകരിച്ചു കഴിയുമ്പോ കുടുംബത്തിന്റെ സംരക്ഷണം നൽകേണ്ട വ്യക്തിയാ. ഈ വരദാനം സ്വീകരിച്ച് കുടുംബത്തിന്റെ മേൽക്കൂരിയായി നിൽക്കേണ്ട വ്യക്തിയാ. തിരുക്കുടുംബത്തെ കാണാൻ സാധിക്കാം. ഈ സത്രത്തിലും വിശുദ്ധ യൗസേപ്പ് പിതാവായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് അവിടുന്ന് മേൽക്കൂരിയായി നിന്നത്. ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ ഈ മേൽക്കൂരിയായി മരുഭൂമിയിൽ നിന്ന വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഏതെല്ലാം സ്ഥലങ്ങളിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് മേൽക്കൂരിയായിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ കന്യാമറിയത്തെയും ഉണ്ണി യേശുവിനെയും വിശുദ്ധ യൗസേപ്പ് പിതാവ് അവിടുന്ന് പരിപാലിച്ചു, സംരക്ഷിച്ചു. ഈ കാലഘട്ടത്തിലും പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന അപ്പന്മാര് കുടുംബത്തിന്റെ അപ്പമായി തീരേണ്ടവരാ. ഈ അപ്പമായി തീരേണ്ട അപ്പന്മാര് കുടുംബത്തിന്റെ മേൽക്കൂരിയ സംരക്ഷണത്തിന്റെ കവചമായി തീരണം. എന്റെ കുടുംബത്തിൽ അപ്പൻ എന്ന ഞാൻ എന്റെ മക്കൾക്ക് ആശ്വാസത്തിന്റെയും സംരക്ഷണത്തിന്റെയും വേലിയാവണം. എന്റെ ജീവിത പങ്കാളിക്ക് ഞാൻ സംരക്ഷണത്തിന്റെയും അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തിന്റെയും വേലിയായി തീരണം. എങ്കിലാണ് ദൈവത്തിന്റെ വരദാനം ഞാൻ സ്വീകരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവ് പറഞ്ഞു തരികയാണ്, മേൽക്കൂര പണിയേണ്ടവനാണ് തച്ചൻ എന്നുള്ളത്. നാലാമതായി ഈ തച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്, കോംപ്ലക്സുകൾ ഇല്ലാത്ത തച്ചനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. കോംപ്ലക്സുകളുള്ള തച്ചനെ കുറിച്ചും പെരുന്തച്ചനെ കുറിച്ചും സാഹിത്യത്തിൽ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ മക്കൾ വളരുന്ന കാണുമ്പോൾ, മക്കൾ ഉയർച്ച കാണുമ്പോൾ അതിൽ അഭിമാനിക്കാൻ സാധിക്കുന്നവനാണ്, അല്ലാതെ അസൂയപ്പെടുന്നവനല്ല തച്ചൻ. ഈ തച്ചൻ നമുക്ക് പറഞ്ഞു തരിക, നമ്മുടെ മക്കളൊക്കെ വളർന്നു, അവർക്ക് ജോലിയായി വലിയ ശമ്പളമായി അവർ നല്ല നിലയിലായി തീരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ മക്കൾക്ക് അർഹമായത് കൊടുക്കുവാൻ ഓരോ അപ്പന്മാരും അമ്മമാരും തയ്യാറാവണം. എത്രയോ കുടുംബങ്ങളെ കാണാൻ സാധിക്കും. ഇതാ ഈ അപ്പൻ കുടുംബത്തിന്റെ അപ്പമായി തീരേണ്ട അപ്പനുണ്ടല്ലോ, മക്കൾക്ക് വീതം വെച്ച് കൊടുക്കാതെ അപ്പൻ മരിച്ചുപോയി. പിന്നീട് ഈ മക്കള് ഇന്ത്യ പാകിസ്ഥാൻ കളിച്ചോണ്ടിരിക്കുക. എന്നും യുദ്ധക്കളമായി കോടതിയായി പല കുടുംബങ്ങളും പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് പറഞ്ഞു തരിക, കോംപ്ലക്സുകൾ ഇല്ലാത്ത അപ്പനായി തീരണം ഓരോ അപ്പന്മാരും. മക്കൾക്ക് അർഹമായത് അർഹമായ സമയത്ത് ഓരോ അപ്പന്മാരും കൊടുക്കണം. അനുയോജ്യമായ ജീവാന്തസ്സിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തണം. അവർ ഓരോ ജീവാന്തസ്സിലേക്കും ഉയർന്നു വന്നു കഴിയുമ്പോൾ അവർക്ക് അർഹമായതും സ്ഥലവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വീതം വെച്ചു കൊടുക്കാൻ അപ്പന്മാര് തയ്യാറാവണം. അല്ലെങ്കിൽ എല്ലാ വരുമാനവും ഇങ്ങോട്ട് കിട്ടട്ടെ, എല്ലാ വരുമാനവും ഇങ്ങോട്ട് കിട്ടട്ടെ എന്നതല്ല, മറിച്ച് പ്രായത്തിനനുസരിച്ച് ഈ മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഓരോ അപ്പന്മാരും തയ്യാറാവണം. വീണ്ടും വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന തച്ചനുണ്ടല്ലോ, ഈ തിരു കുടുംബത്തെ പഠിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ചുറ്റിക പിടിക്കുവാനും ആണി പിടിക്കുവാനും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങൾ പിടിക്കുവാനും വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്ന തച്ചൻ ഉണ്ണി യേശുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ചുറ്റിക പിടിപ്പിക്കുവാനും ആണി പിടിക്കുവാനും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങൾ പിടിക്കുവാനും ഉണ്ണി യേശുവിനെ കുഞ്ഞുനാള് മുതൽ ഈ അപ്പൻ പഠിപ്പിച്ചതുകൊണ്ടാണ് ഉണ്ണി യേശു ഇതാ കാൽവരിയുടെ നെറുകയിൽ 3 ആണികളിൽ പിടഞ്ഞപ്പോൾ
കാൽവരിയിലേക്ക് ആ കുരിശുമായി കയറിയപ്പോൾ പതറാതെ നിന്നത്. കാരണം കുഞ്ഞുനാളിൽ അവൻ കണ്ടിട്ടുണ്ട് ചിറ്റിക, കുഞ്ഞുനാളിൽ അവൻ കണ്ടിട്ടുണ്ട് ആണി, കുഞ്ഞുനാളിൽ അവൻ കണ്ടിട്ടുണ്ട് ഇതുപോ മരക്കഷ്ണങ്ങൾ. ഇന്നും നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതാ. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ഒരു വലിയ പരാജയമാണ് മക്കളെ വേദന കൂടാതെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഏതെങ്കിലും മാതാപിതാക്കൾ മക്കളെ വേദനിപ്പിക്കാതെ, വേദന അറിയാതെ വളർത്തിക്കൊണ്ടു വരുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധി നിമിഷങ്ങളിൽ മക്കൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഔസേപ്പ് പിതാവ് എന്ന് പറയുന്ന തച്ചൻ തിരു കുടുംബത്തെ ഇത് പഠിപ്പിച്ചിരുന്നു, ഉണ്ണിയേശുവിനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണിയേശുവിന് തന്റെ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളിൽ അവിടുന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഈ കാലഘട്ടത്തിൽ ഉപഭോഗ സംസ്കാരമാണ്. ഒന്നോ രണ്ടോ മക്കളോ ഉള്ളൂ, ഞങ്ങളോ കഷ്ടപ്പെടുന്നു, ഞങ്ങളോ വേദനയിലൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ഈ ഗതി വരരുത് ഓരോ അപ്പന്മാരും ഓരോ അമ്മമാരും ആഗ്രഹിക്കുന്ന. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവ് കുഞ്ഞുനാളിൽ തന്നെ ഞാൻ എന്താണോ, നമ്മൾ എന്താണോ, നമ്മുടെ കുടുംബം എന്താണോ അത് മനസ്സിലാക്കി കൊടുത്തു ഉണ്ണിയേശുവിന്. അതുകൊണ്ട് തന്നെ ഉണ്ണിയേശുവിന് തന്റെ ജീവിതത്തിന് നിർണായകമായ നിമിഷങ്ങളിൽ പതറാതെ നിന്നോ, തകരാതെ നിന്നോ. കാരണം ഈ അപ്പൻ പഠിപ്പിച്ചു കൊടുത്തു ചുറ്റിയെ പിടിക്കുവാനും ആണി പിടിക്കുവാനും അതുപോലെ മരക്കഷ്ണങ്ങൾ പിടിക്കുവാനും. കാൽവരിയിൽ അവൻ ചുറ്റിക കണ്ടു, കാൽവരിയിൽ അവൻ ആണി കണ്ടു, കാൽവരിയിൽ അവൻ മരക്കഷ്ണങ്ങൾ കണ്ടു. ഇതിന്റെ മുമ്പിൽ ഈ മകൻ പതറിപ്പോയില്ല എന്നുള്ളതാണ്. വീണ്ടും തച്ചനായ ഔസേപ്പ് പിതാവ് പറഞ്ഞു തരികയാണ്, വിശുദ്ധ ഔസേപ്പ് പിതാവ് തച്ചൻ ഒരു ശുശ്രൂഷകനാണ്. അത്യധികമായി ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ, കുടുംബത്തിന്റെ ശുശ്രൂഷകനാണ്. പരിശുദ്ധ അമ്മ ഈ പ്രസവ സമയത്ത് ഈ അമ്മയെ സഹായിക്കാൻ ആരോ ഉള്ളേ? വിശുദ്ധ ഔസേപ്പ് പിതാവ് ഉണ്ടായിരുന്നേ. എന്തു ജോലിയും തന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യാൻ, തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ, ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്യാൻ വിശുദ്ധ ഔസേപ്പ് പിതാവ് തയ്യാറായിരുന്നു. നമുക്ക് ഏതൊക്കെ ജോലികളിലൂടെ നാം ഇടപെടുന്നുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ കുടുംബത്തിൽ ഞാൻ ഒരു ശുശ്രൂഷകനാണ്. ഏത് ജോലിയും ഞാൻ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യാൻ തയ്യാറാവും. എൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ ഞാൻ തയ്യാറാവും. എങ്കിലാണ് കുടുംബത്തിൽ ഒരു അപ്പൻ കുടുംബത്തിന്റെ ശുശ്രൂഷകനായി മാറുക. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അമ്മയുടെ ഉത്തരവാദിത്വം. പുറമെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുള്ളൂ. പുറമെയുള്ള ജോലി, അതുപോലുള്ള നാട്ടുകാരുമായുള്ള ബന്ധങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ എങ്കിൽ ഈ കുടുംബത്തിന്റെ അപ്പൻ ഒരു ശുശ്രൂഷകനല്ല. വിശുദ്ധ ഔസേപ്പ് പിതാവ് ഇതൊരു വരദാനമായി സ്വീകരിച്ചിരിക്കുക. വീണ്ടും നമുക്ക് വിശുദ്ധ ഔസേപ്പ് പിതാവ് പറഞ്ഞു തരികയാണ്, ശിഥിലമായി കിടക്കുന്ന കുടുംബ ബന്ധങ്ങളെയെല്ലാം പടുത്തുയർത്തിയ വിശുദ്ധ ഔസേപ്പ് പിതാവ് ഭിത്തി തുരക്കാതെ മരം ചെത്തി മിനുക്കുന്നവനാണ് തച്ചൻ. ഭിത്തി തുരക്കാതെ മരം ചെത്തി മിനുക്കുന്നവനാണ് തച്ചൻ. നമുക്കറിയാം, ഒരു വീട് പണിതു, ആ വീടിന് വാതിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കട്ടില കൊണ്ടുവന്ന് വെക്കും, അല്ലെങ്കിൽ മരം കൊണ്ടുവന്ന് വെക്കും. ആ ഭിത്തി തകർത്തിട്ടല്ല ആ മരം കൊണ്ടുപോയി വെക്കുക, മറിച്ച് ഈ മരം തന്നെ വെട്ടി വെട്ടി മിനുക്കി മിനുക്കി ഈ ഭിത്തിക്ക് അനുയോജ്യമായ രീതിയിൽ ആക്കി തീർക്കുകയാണ് ചെയ്യുക. വിശുദ്ധ ഔസേപ്പ് പിതാവ് നമുക്ക് തരുന്ന ഒരു സന്ദേശം, നമ്മുടെ ജീവിതത്തിലും ഈ ശൂന്യവൽക്കരണം ഉണ്ടാകണം. ശൂന്യവൽക്കരണം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന അവസ്ഥ, ആ കുടുംബത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറാവുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാവണം. ഓരോ വാതിലുകളും നോക്കിയാണെങ്കിൽ, ഓരോ കട്ടിലകളും നോക്കിയാണെങ്കിൽ കാണാൻ സാധിക്കും അത് ചെത്തിമിനുക്കിയിട്ടുണ്ട്, അല്ലാതെ ഇഷ്ടിക തകർക്കുക അല്ല ചെയ്തത്. ഇത് നമുക്ക് പറഞ്ഞു തരിക, ഒരു കുടുംബത്തിന്റെ കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ശൂന്യവൽക്കരണം ചെയ്യപ്പെടണം. ഹോട്ടലിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് വന്ന് സുഖമായി കിടന്ന് ഉറങ്ങുന്ന കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി ശൂന്യവൽക്കരണം ചെയ്യുന്ന വ്യക്തിയല്ല. അധ്വാനിച്ച് മുഴുവൻ ഇതാ ബാറിലും അതുപോലുള്ള സ്ഥലങ്ങളിലും കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വീട്ടിലുള്ള ആൾക്കാർ പട്ടിണിയും കിടക്കുന്നു. ഈ മനുഷ്യൻ വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങുമ്പോഴുണ്ടല്ലോ ആ കുടുംബത്തിന് വേണ്ടി ശൂന്യവൽക്കരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയല്ല ആ കുടുംബനാഥൻ.
വിശുദ്ധ പിതാവ് ഈ തച്ചനെ നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പിതാവ് തിരു കുടുംബത്തിന്റെ പാലകനാണ്, സംരക്ഷകനാണ്. ഓരോ വ്യക്തിയും ഈ പിതൃത്വവും മാതൃത്വവും സ്വീകരിക്കുമ്പോൾ വിശുദ്ധ പിതാവ് നമുക്ക് ഒരു മാതൃകയായി തീരട്ടെ. ക്രിസ്തുവിൽ സ്വീകരിച്ച ഈ വരദാനം ഓരോ ദിവസവും ജ്വലിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.